ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോ കുറേ ഹെൽപ്ഫുള്ളായി എന്ന് എനിക്ക് കുറേ പോസിറ്റീവ് മെസ്സേജ് വന്നു. അത് ജസ്റ്റ് ഫ്രാക്ടൽ നേച്ചർ മാത്രമാണ് പറഞ്ഞത്. സോ ടേക്ക് നോട്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പഴയ കാര്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ കാണുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ടു തുടങ്ങുക. അതുപോലെ തന്നെ ഇത് കാണാൻ തുടങ്ങിയാൽ വേറൊന്നും കാണാണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മളുടെ സ്ട്രക്ചർ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഫുള്ള് പ്യുവർ ആക്കിയിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിൻ്റേതായ ഡിലേകളുണ്ടാവും. അപ്പം അതൊക്കെ സഹിക്കുക, ക്ഷമിക്കുക, അല്ലാണ്ടൊന്നും പറയാനില്ല. അപ്പം ഈ വീഡിയോസ് ഫുള്ള് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആയി കൊടുക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കിത് പൈസ കൊടുത്ത് കിട്ടുകയാണെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ സ്കാമിൽ പെട്ടു. ഓക്കെ, ഞാൻ ഒന്നും സെല്ല് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ആർക്കും അങ്ങോട്ട് മെസ്സേജ് അയക്കില്ല. ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ മാത്രമേ ഞാൻ അതിനെന്തെങ്കിലും റിപ്ലൈ കൊടുക്കുകയുള്ളൂ. പിന്നെ നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇത് ജസ്റ്റ് എഡ്യൂക്കേഷനാണ്. നമ്മളാരോടും ട്രേഡ് ചെയ്യാനോ പൈസ ഇട്ട് ഫണ്ടിട്ട് ട്രേഡ് ചെയ്യാനോ ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കുക. ഇറ്റ്സ് എ റിസ്കി ഗെയിം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചറിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫുള്ള് അപ്പ് ട്രെൻഡിൽ പോകുന്നതും അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡും. ഓക്കെ, ഇതാണ് ഈ സ്ട്രക്ചറിൽ. വൺസ് നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ചു വരണം. അതാണ് സ്ട്രക്ചറിൻ്റെ ഒരു റൂൾ. ഓക്കെ, സ്ട്രക്ചറിൻ്റെ റൂളിനകത്ത് നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരണം. അതാണ് സ്ട്രക്ചറിൻ്റെ മെയിൻ റൂൾ. ഓക്കെ, ഈ സ്ട്രക്ചറിൻ്റെ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. BMS നമ്മൾ വിളിക്കും. BMS എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമ്മളൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് തിരിച്ച് ഈ ഒരു ലെഗിലേക്ക് വരണം. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഉണ്ടാക്കിയ ലെഗ്. ആ ലെഗിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ആ ലെഗിലേക്ക് വരുന്ന ലെഗാണ് പിന്നീട് നമ്മളൊരു മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുള്ളൂ. സോ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഏറ്റവും ചെറിയ അഡ്വാൻസേ അല്ല. സോ ഇരുന്നാൽ അഡ്വാൻസ് അറിയാവുന്നവർ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലൊക്കെ യൂസ്ഫുള്ളായ കാര്യങ്ങൾ കിട്ടും. സോ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാനിതൊന്നും എഴുതി വെച്ചിട്ടോ പ്രിപ്പയർ ചെയ്തിട്ടോ പറയുന്നതല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. സോ ഞാനും ആ ഒരു പാർട്ടി കൂടെ വന്നതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ വരുന്നത് ഓർക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പം നമ്മളൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തിരിച്ച് പ്രൈസ് വരണം. അതാണ് നമ്മളുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ റൂൾ. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രൈസ് ഇപ്പോൾ താഴേക്ക് ബ്രേക്ക് ചെയ്താലും നല്ലൊരു ബ്രേക്ക് വന്നു, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടായി. ഓക്കെ, പിന്നീട് നമ്മൾ തിരിച്ച് ഈ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ലെഗിലേക്ക്, ഈ ഒരു വന്ന ലെഗിലേക്ക് തിരിച്ചു വരണം. ഓക്കെ, അതാണ് നമ്മളുടെ BMS ടു ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, BMS. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പം ഈ തിരിച്ചു വരുന്ന ഏരിയകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോകളിലേ പറയുള്ളൂ. ഓക്കെ, തിരിച്ചു വരേണ്ട ഏരിയകളാണ് മെയിൻ റിയാക്റ്റീവ് പോയിൻറ്റുകൾ. ഓക്കെ, റിയാക്റ്റീവ് പോയിൻറ്റുകളാണ് തിരിച്ചു വരുന്ന ഏരിയകൾ. റിയാക്റ്റീവ് എന്നേ അതിനെ എടുക്കാവുള്ളൂ. അതിൽ നിന്ന് ഇങ്ങനൊരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന് എടുക്കരുത്. റിയാക്റ്റീവ് പോയിൻറ്റുകളാണ് റിയാക്റ്റീവ് ആവാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഏരിയ. ഓക്കെ, ആ ഏരിയകളാണ് നമ്മളുടെ FEG എന്ന് പറയുന്നതും. അതുപോലെ FEG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ്. ഓക്കെ, നമ്മളത് FEGയുടെ വീഡിയോയിൽ പറയും. ഓക്കെ, FEGയുടെ വീഡിയോ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ OB എന്ന് പറയുന്ന കാര്യം ഒരു റിയാക്റ്റീവ് പോയിൻ്റാണ്. ഹൈലി റിയാക്റ്റീവ് ആവുന്നൊരു സ്ഥലം. ഓക്കെ, ഈ തിരിച്ചു വരുന്ന സാധനം
ഈ തിരിച്ചു വരുന്ന ലെഗ് ഈ ലെഗിലുണ്ടാവുന്ന OBയിലോ FEGയിലോ റിയാക്റ്റീവ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇതൊരു ബെയറിഷ് ട്രെൻഡ് അല്ലേ, താഴേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്നത് എന്താണ്, ബെയറിഷ് ട്രെൻഡാണ്. സോ നമ്മൾ എന്താണ് കരുതുന്നത്, നമുക്ക് വീണ്ടും ഇതുപോലൊരു മൊമെൻറ്റം താഴേക്ക് കാണണം. നമ്മൾ അവിടെയാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഇതുപോലൊരു മൊമെൻറ്റം താഴേക്ക് കാണണം. സോ അവിടെ ട്രേഡ് എടുക്കാൻ പോകുമ്പം നമ്മൾ എവിടുന്ന് ട്രേഡ് എടുക്കണം? നമ്മൾ ട്രേഡ് എടുക്കേണ്ട സ്ഥലം ഈ റിയാക്റ്റീവ് പോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് നോക്കിയിട്ടാണ്. സോ ഈ റിയാക്റ്റീവ് പോയിൻറ്റുകൾ കണ്ടെത്തണം. ഈ റിയാക്റ്റീവ് പോയിൻറ്റുകൾ കണ്ടെത്തി ആ റിയാക്റ്റീവ് പോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന റിയാക്ഷനുകളാണ്. ഓക്കെ, ആ റിയാക്റ്റീവ് പോയിൻറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ OB, പിന്നീട് നമ്മുടെ FEG, പിന്നീട് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് സാധനം ഓക്കെ, ലിക്വിഡിറ്റി. ഈ 3 സാധനങ്ങളാണ് ഹൈ റിയാക്റ്റീവ് പോയിൻറ്റ്. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയൊക്കെ വരാം? സ്ട്രക്ചർ ഒന്ന് വരാം, റിയാക്റ്റീവ് പോയിൻറ്റുകളാണ് കേട്ടോ പറയുന്നത്. സോ സ്ട്രക്ചർ ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, BMS stood upside, ടോപ്പ്. ഓക്കെ, ഇവിടെയും BMS ഉണ്ടായി. BMS to ടോപ്പ്. ഓക്കെ, BMS ഉണ്ടായി. നമ്മൾ ഈ ഒരു ലെഗ് റിയാക്റ്റ് ചെയ്ത പോയിൻ്റ് ഏതെങ്കിലും FEGയിലോ അല്ലെങ്കിൽ ഒരു OBയിലോ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി പോയിൻറ്റിലോ ആയിരിക്കണം. ഓക്കെ, ലിക്വിഡിറ്റി പോയിൻ്റ് എന്താണ്? അതാണ് അടുത്ത കാര്യം. ഇതെല്ലാം നമ്മൾ ഇതിനെല്ലാം കുറിച്ച് വീഡിയോസ് ചെയ്യും, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ബേസിക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതികൾക്ക് വേറെയും ഒരു ഇതുണ്ട്. ഈ റിയാക്റ്റീവ് ചെയ്ത് വരുന്ന ഏരിയ എങ്ങനെ പോയാലും ഒരു 50% എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ലെഗ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രേക്ക് ചെയ്ത ലെഗിൻ്റെ 50% എങ്കിലും നമ്മൾ തിരിച്ചെത്തും, 50% എങ്കിലും എത്തും. അതിനുള്ളിലാണ് നമ്മളുടെ FEGസും OBസും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഹൈ റിയാക്റ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ റിയാക്ഷൻ എടുക്കാനുള്ള സാധ്യത ഉള്ളത്. അവിടെ നിന്ന് എൻട്രി തിരിച്ച് ബൈ എടുക്കാമെന്നല്ല. ഓക്കെ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. തിരിച്ച് ബൈ എടുക്കാമെന്നുള്ളതല്ല. സോ നമ്മൾ വേണമെങ്കിൽ ഇവിടുന്ന് നേരെ തിരിച്ച് താഴേക്ക് പോവാം. ഓക്കെ, സോ നമുക്കറിയില്ല റിയാക്റ്റീവ് പോയിൻറ്റിൽ നമ്മൾ ബൈ എടുക്കണം എന്നാണ് നോക്കുന്നതെങ്കിൽ നമുക്കവിടെ കൺഫർമേഷൻ എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. ഓക്കെ, അതൊക്കെ പിന്നെ. അപ്പം 50% എങ്കിലും നമ്മൾ റിയാക്റ്റ് ചെയ്യണം താഴേക്ക് വന്ന്. പ്രൈസ് എപ്പോഴും എന്തൊക്കെയാണ്, നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. പിന്നീട് നമ്മൾ ഈ തിരിച്ചു വരുന്ന സ്ഥലത്ത് എന്താണ്, നമുക്കൊരു റിയാക്റ്റീവ് പോയിൻറ്റുകൾ വേണം. ആ റിയാക്റ്റീവ് പോയിൻ്റ് എപ്പോഴും ഒരു 50%-ന് താഴെ ആയിരിക്കണം. ഓക്കെ, അഥവാ ഈ 50%-ന് താഴെ പ്രൈസ് വന്നില്ല, തിരിച്ച് മേളിലേക്ക് പോയി. ഓക്കെ, അതിനുള്ള കാരണമാണ് ഈ മൂന്നാമത് പറഞ്ഞ കാരണം, ലിക്വിഡിറ്റി. അതാണ് വേറൊരു കാരണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ 50% വന്നില്ല, പക്ഷേ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, മേളിലേക്ക് പോയി. പ്രൈസ് ഇവിടെ വരെ വരുന്നത് തന്നെ ഒരു ലിക്വിഡിറ്റി, ഈ ഏരിയകളിലുള്ള ലിക്വിഡിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്, വെയിറ്റ്. ഈ ഏരിയകളിലുള്ള ഈ ഒരു വെയിറ്റ്, ഈ ഏരിയകളിലുണ്ടാവുന്ന ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് തിരിച്ച് 50% എങ്കിലും വരുന്നത്. ഓക്കെ, പക്ഷേ പ്രൈസിന് ഓൾറെഡി 50% വരുന്നതിന് മുന്നേ ആ വരേണ്ട കാര്യം സാധിച്ചു എന്നുണ്ടെങ്കിൽ പിന്നീട് പ്രൈസിന് അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഓക്കെ,
പിന്നീട് പ്രൈസിന് അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇതാണ് സ്ട്രക്ചർ. ഫ്രാക്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഫ്രാക്ടൽ സ്ട്രക്ചറിൽ നമ്മളുടെ ഇവിടെ ഓൾറെഡി മെഡിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് തന്നെ ധാരാളമാണ് പ്രൈസിന് 50% വരാതെ മുകളിലേക്ക് പോകാൻ. ഓക്കെ, ഇതിപ്പം ഞാൻ വരച്ചതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, 50% പോലും മുകളിലേക്ക് വരാൻ താല്പര്യമില്ലാത്തത് ഇവിടെ ഓൾറെഡി ഒന്ന് മെഡിക്കേറ്റ് ചെയ്താണ് നമ്മുടെ ലോ ടൈം ഫ്രെയിമുകൾ പോയത്. അതുകൊണ്ടും പിന്നീട് ഇവിടെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് കിട്ടിയത് കൊണ്ടും പ്രൈസ് ഹെവിലി ബുള്ളിഷ് ആയതുകൊണ്ടും ഫ്രാക്ടലി പ്രൈസിന് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം ഒരു ഡെയിലി FEG ഒക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പ്രൈസ് ഇത്രയും കൺസോൾട്ടേഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മാത്രം 50% വന്നിട്ട് പോകാം. സോ ഇതൊക്കെയാണ് ഹൈലി റിയാക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ലിക്വിഡിറ്റീസ് താഴേന്ന് ഗ്രാബ് ചെയ്ത് മുകളിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മളുടെ റിട്രേസ്മെൻറ്റ്. പ്രൈസിന് എന്തായാലും റിട്രേസ് ചെയ്യണം. ഓക്കെ, റിട്രേസ്മെൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഹെവി ലിക്വിഡിറ്റി ആയിരിക്കും, സോ അല്ലെങ്കിൽ ഒരു 50% താഴെയുള്ള FEG ആയിരിക്കും, അല്ലെങ്കിൽ ഒരു OB ആയിരിക്കും. ഓക്കെ, ഈ OB എന്താണ്, FEG എന്താണ്, ഈ ലിക്വിഡിറ്റി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, പിന്നീട്. പക്ഷേ ഇപ്പം സ്ട്രക്ചർ എങ്ങനെയൊക്കെ പ്ലേ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്ട്രക്ചർ ഇങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രൈസിന് എന്തായാലും തിരിച്ചു വരണം. പ്രൈസ് തിരിച്ചു വരും. അതൊന്ന്. അത് വരുന്ന രീതികളാണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഇതുപോലെ FEG മെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരും. മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ വരുന്ന മൂവിനെയാണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ഒരു പ്രൈസ് ഈ റിട്രേസ്മെൻറ്റ് ലെഗ് തിരിച്ച് വരുന്നതിനെയാണ് നമ്മൾ മെഡിക്കേഷന് വരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കേഷന് വന്നു, മെഡിക്കേറ്റ് ചെയ്ത് പോയി. ഓക്കെ, അതാണ് നമ്മളുടെ സിമ്പിളിയ സാധനം. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇഷ്ടം പോലെ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നമുക്കിനി ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെയാണ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. സോ ഞാൻ കാണുന്നതാണ് എടുത്ത് വെച്ച് കാണിക്കുന്നത്. ഓക്കെ, വെയിറ്റ്, നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൽ പോകാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊരു ബ്രേക്കോ സ്ട്രക്ചറായിട്ട് എടുക്കാം. ബ്രേക്കോ സ്ട്രക്ചറായിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ റിട്രേസ്മെൻറ്റിന് വരുന്നത് 50% ആയിരിക്കും. ഓക്കെ, %50 താഴെ വന്ന് പ്രൈസ് മെഡിക്കേറ്റ് ചെയ്യുന്നു, പിന്നെ മേളിലേക്ക് പോകുന്നു. ഓക്കെ, അതൊരു കാര്യം. നമ്മളുടെ 50% എങ്കിലും പ്രൈസ് ബ്രേക്കോ സ്ട്രക്ചർ കഴിഞ്ഞാൽ വരണം. ഇതെല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചറാണ് തന്നേക്കുന്നത്, ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചറാണ് തന്നേക്കുന്നത്. ബ്രേക്കോ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് 50% എങ്കിലും വരണം, അല്ലെങ്കിൽ ഒരു FEG ഫില്ല് ചെയ്യാൻ വരണം. ഓക്കെ, കൂടുതലും കാര്യങ്ങളിൽ FEG ഫില്ല് ചെയ്യാനായിരിക്കും വരുന്നത്. OB ഫില്ലിംഗ് ഇല്ല. OB ഫില്ലിംഗ് എന്ന് പറയുന്നത് ലോ ടൈം ഫ്രെയിമിലായിരിക്കും കൂടുതലും നടക്കുന്നത്. ഓക്കെ, OB എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ കൂടുതലും ഈ പ്രൈസ് വരുന്നത് ഒന്നിൽ FEG ഫില്ല് ചെയ്യാനാണ്, ഫെയർ വാല്യുവേഷന് വേണ്ടിയിട്ടാണ്. ഫെയർ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് വരുന്നത്. അതൊരു 50% മുകളിലായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റിയാണ്. സോ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടും പ്രൈസിന് സിമ്പിളായിട്ട് താഴേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഘടകങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പ്രൈസിന് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, പ്രൈസ് താഴേക്ക് പോകും. സോ അതാണ് നമ്മളുടെ ഒരു പ്രൈസിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് നോക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ തന്നു. ബ്രേക്കോ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്വിങ് ഇതാണ്. സോ സ്വിങ് വന്നു, നമ്മളുടെ 50% മുകളിലേക്ക് പ്രൈസ് വന്നോ? ഇല്ല, പ്രൈസ് വന്നിട്ടില്ല. കാരണം നമുക്ക് ആവശ്യത്തിന് വേണ്ട ലിക്വിഡിറ്റീസ് ഇവിടെ ഗ്രാബ് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ഗ്രാബ് ചെയ്തു. ഗ്രാബ് എന്ന് പറയുന്നത്
ഒരു സ്വിങ്ങിന് മുകളിലേക്ക് പ്രൈസ് വന്നിട്ട് തിരിച്ച് പോകുന്നതിനെയാണ് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ സ്വിങ് എന്തുവാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രം വീഡിയോസ് കാണും. അപ്പം 50% വന്നില്ലെങ്കിൽ നമുക്ക് ഒന്നിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണം. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടിയാൽ പ്രൈസ് പോവും, പിന്നെ പ്രൈസ് അവിടെ നിൽക്കില്ല. ഓക്കെ, അതാണ് നമ്മളുടെ സംഭവം. പിന്നെ ഒ ബിയുടെ റിയാക്ഷൻ വേണ്ട ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് എപ്പോഴും ഉണ്ടാവില്ല. ഓക്കെ, ഇതിനകത്ത് ഒ ബിയുടെ റിയാക്ഷൻ ഇവിടെയാണ് ഉണ്ടായത്. സോ ഇതൊരു ഒ ബിയാണ്. ആ ഒ ബിയിൽ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് വന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ട് പോയിട്ടില്ലേ. അതാണ് ഒന്ന് നമ്മളുടേത്. നമ്മളിപ്പം 3 എക്സാമ്പിളും കാണിച്ചു അല്ലേ. ഒന്ന് നമ്മളുടെ വെയിറ്റ് ഗൈസ്, പ്രൈസ് ബ്രേക്കോ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ബ്രേക്കോ സ്ട്രക്ചർ. ഇതെടുക്കാം, ബ്രേക്കോ സ്ട്രക്ചർ BMS ടു ഡൗൺ സൈഡ്. ഓക്കെ, ബ്രേക്കോ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ വരുന്നത് ഒരു FEG ഫില്ല് ചെയ്യാനായിരിക്കും. FEG, ഓക്കെ, ഒരു FEG ഫില്ല് ചെയ്യാൻ. ഒന്ന് നമ്മൾ വരുന്നത് ഒരു OB ഫില്ല് ചെയ്യാനായിരിക്കും. OB മൈനസ് ഒരു OB ഫില്ല് ചെയ്യാനായിരിക്കും. ഒന്ന് നമ്മൾ വരുന്നത് ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാനായിരിക്കും. BMS ടു ഡൗൺ സൈഡ്. സോറി, wait. BMS ടു ഡൗൺ സൈഡ്. ഇത് ഒരു ബ്രേക്കോ സ്ട്രക്ചറാണ് കേട്ടോ, താഴേക്ക് പോയത്. ഇതെടുക്കാം, വട്ടവറിറ്റീസ് ഇത് എടുക്കാം. നമുക്ക് ഒരു സ്വിങ് എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടി നിൽക്കുന്നത് ഇതാണ്. സോ അതൊരു ഈക്വൽ ലോ പോലെ ഫോം ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം BMS ടു ഡൗൺ സൈഡ്. ഇത് ലിക്വിഡിറ്റി സ്വീപ്പ്, ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക്. ഓക്കെ, ഒന്ന് പ്രൈസ് വരുന്നത് ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിരിക്കും. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 50% പോകണമെന്നില്ല, താഴേക്ക് പോവാം. താഴേക്കുള്ള റിയാക്ഷൻ തന്നാൽ ഈ റിയാക്ഷൻ കിട്ടണം. ഇത് ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് റിയാക്ഷൻസ് കിട്ടും. അത് നമ്മൾ വേറെ വീഡിയോയിൽ പറയും. ഓക്കെ, പിന്നീട് പ്രൈസ് വരുന്നത് ബ്രേക്കോ സ്ട്രക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്കോ സ്ട്രക്ചറാണ്, ഇതൊരു ബ്രേക്കോ സ്ട്രക്ചറാണ്. ലിക്വിഡിറ്റി ഇവിടെയും സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് OBയിൽ മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. OBയിൽ മെഡിക്കേറ്റ് ചെയ്യാൻ വരും. റിയാക്ഷൻ പോയിൻ്റാണ്, ഹൈലി റിയാക്ഷൻ പോയിൻ്റാണ്. അതുമാത്രമല്ല FEGസും ഉണ്ട് ഇവിടെ. സോ അത് പിന്നീട് ബ്രേക്കോ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ പിന്നീട് FEG എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും FEG തരുന്നുണ്ട്, ഇവിടെയും FEG തരുന്നുണ്ട്. സോ ഇതെല്ലാം റിയാക്റ്റീവ് പോയിൻ്റ് ആണെന്നാണ് ഞാൻ ഇതിനകത്ത് കാണിക്കാത്തത്. വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം കാണിച്ചാണ്, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം കാണിച്ചാണ്, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം കാണിച്ചാണ്. ഓക്കെ, അപ്പം ഇതാണ് ഹൈലി റിയാക്റ്റീവ് പോയിൻറ്റ്സ്. ഈ റിയാക്റ്റീവ് പോയിൻറ്റിൽ റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കലാണ് നമ്മളുടെ പണി. അത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മളുടെ സമയങ്ങളിലിരുന്ന് നമ്മൾ നോക്കുമ്പോൾ ആ റിയാക്ഷൻസ് തരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ജസ്റ്റ് പറയാനാണ്. ഇതാണ് സ്ട്രക്ചറിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് ജസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോയിൽ പറയാൻ. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോ കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. ഇതിനുള്ള എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അടുത്ത വീഡിയോസിലെല്ലാം ഡൗട്ട് ക്ലിയർ ആയേ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്. Sipping on Vex for the next say something. Never tell a fact that I never stay running. Sipping on Vex, damn, know I got stacks in the lab taking.